السلام عليكم ورحمة الله. Welcome back to my channel. مرحبا بكم يا أعزائي. എല്ലാവർക്കും സുഖമല്ലേ? കൈഫൽ ഹാൽ? ഇന്ന് നമ്മൾ 4th സ്റ്റാൻഡേർഡിലെ 3rd യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. 3rd യൂണിറ്റിലെ 3rd ചാപ്റ്റർ. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ഇതുവരെ നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്? ഉസ്റത്തുൻ, നമ്മുടെ കുടുംബത്തെയൊക്കെ പറ്റിയാണല്ലേ പഠിച്ചത്. ഇനിയും നമുക്ക് അതേപോലെയുള്ളൊരു ഭാഗം തന്നെയാണ് പഠിക്കാനുള്ളത്. അത്താത്തുഫി. അത്താത്തുഫി എന്ന് വെച്ചാൽ എന്താണ്? എംപതി, അതായത് മറ്റുള്ളവരോടുള്ള കരുണ, സ്നേഹം ഒക്കെയല്ലേ. മറ്റുള്ളവരോടുള്ള കരുണ, ദയ, സഹാനുഭൂതി, അതിനൊക്കെയാണ് നമ്മൾ എംപതി എന്ന് പറയുന്നത്. ഒരാളുടെ വിഷമത്തിൽ നമ്മളും പങ്കുചേർന്ന് അവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാനും അവരെ സഹായിക്കാനും ഒക്കെ ശ്രമിക്കാനുള്ള നമ്മുടെ ഒരു മനസ്സില്ലേ, അതിനാണ് നമ്മൾ എംപതി എന്ന് പറയുന്നത്, അത്താത്തുഫി. ഇനി നമുക്ക് നോക്കാം ഇവിടെ അത്തരത്തിൽ എന്ത് സംഭവമാണ് നടക്കുന്നതെന്ന്. ആരൊക്കെയാണ് ആ ചിത്രത്തിലുള്ളത്? ചിത്രത്തിൽ ആരൊക്കെ കാണുന്നുണ്ട്? ഒരു കുടുംബത്തിലെ കുറേ പേര് ഒന്നിച്ച് വീട്ടിൻ്റെ കൊലായിലിരിക്കുകയാണല്ലേ. അവരെല്ലാവരും വീടിൻ്റെ മുൻഭാഗത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലേ. എന്തോ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയായിരിക്കും കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് കാര്യമെന്ന്. اجتمع أعضاء الأسرة في واجهة البيت. ناقشوا عن مروان، هو ابن عم مرشد. حصل مروان على فرصة للدراسة العليا في دلهي، ولكن ليس لديه مال كاف، فقرروا على مساعدته. فقام مرشد وقال. അദ്നാന്റെ കുടുംബം എവിടെയാണ് ഒരുമിച്ച് കൂടിയത്? അവരെല്ലാവരും കൂടെ മുർഷിദിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയതായിരുന്നു. ഇന്ന് ഫാമിലി മീറ്റിൻ്റെ ഡേ എല്ലാവരും കൂടെ മുർഷിദിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയതായിരുന്നു. അങ്ങനെ അവർ പാട്ടുപാടി, കുട്ടികളെല്ലാവരും കുടുംബത്തെ പറ്റി നല്ല പാട്ടൊക്കെ പാടി ആസ്വദിച്ചിരിക്കുകയാണ്. അവർ വളരെ അധികം സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവരെല്ലാവരും കൂടെ വീടിൻ്റെ മുൻഭാഗത്ത് ഒരുമിച്ച് കൂടിയതാണ്. വാജിഹത്തുൽ ബൈത്ത് എന്ന് വെച്ചാൽ വീടിൻ്റെ മുൻഭാഗം. അവരെന്തിനു വേണ്ടിയായിരിക്കും ഒരുമിച്ച് കൂടിയത്? അവർ കാര്യമായി എന്തോ സംസാരത്തിലാണല്ലേ. എന്തായിരിക്കും അവർ ചർച്ച ചെയ്യുന്നത്? നമുക്ക് നോക്കാം. വീടിൻ്റെ മുൻപിൽ എല്ലാവരും ഒരുമിച്ച് കൂടി. അതായത് വീടിൻ്റെ മുൻപിൽ ഭാഗത്തിന് നമ്മൾ എന്താണ് പറയാറ്? സിറ്റ് ഔട്ട് അല്ലെങ്കിൽ കൊലായി എന്നും പറയാറുണ്ടല്ലേ. വീടിൻ്റെ മുൻഭാഗത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി. നാഖഷു അൻ മർവാൻ, അവരാരെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്? മർവാനെ പറ്റി അവർ ചർച്ച ചെയ്യുകയാണ്. ഹുവ ഇബ്നു അമ്മി മുർഷിദിൻ, അവൻ ആരാണ്? മുർഷിദിൻ്റെ അമ്മാവൻ്റെ മകനാണ് മർവാൻ. ഹസല മർവാൻ അല ഫുർസത്തിൻ ലിദ്ദിറാസത്തിൽ ഉലിയ ഫി ദൽഹി. ഹസല നേടി അല്ലെങ്കിൽ കിട്ടി. മർവാന് കിട്ടി. എന്താണ് കിട്ടിയത്? അല ഫുർസത്തിൻ ലിദ്ദിറാസ, ഹയർ സ്റ്റഡീസിനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. എവിടെ? ഫി ഡൽഹി, ഡൽഹിയിലാണ് മർവാന് ഹയർ സ്റ്റഡീസിനുള്ള അവസരം ലഭിച്ചത്. വലാക്കിൻ ലൈസ ലദൈഹി മാലുൻ കാഫിയ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വലാക്കിൻ ലൈസ ലദൈഹി, അവൻ്റെ അടുക്കലില്ല, മാലുൻ കാഫിൻ, മതിയായ പണം അവൻ്റെ അടുക്കലില്ല. നമ്മൾ ദൂര സ്ഥലത്തൊക്കെ പോയി പഠിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഒക്കെ വേണം അല്ലേ. അപ്പോൾ മതിയായ പൈസ മർവാൻ്റെ കയ്യിലില്ല. ഫഖററു അല മുസാഅദതിഹി, അങ്ങനെ കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചു. എന്തിനു വേണ്ടി? മുസാഅദതിഹി, അവനെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഫഖാമ മുർഷിദുൻ വഖാല, അപ്പോൾ മുർഷിദ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. മുർഷിദ്, ഇനി നമുക്ക് അവരുടെ കോൺവെർസേഷൻ വായിച്ചു നോക്കാം. മുർഷിദ്, ദഉനി അഖൂലു, ലെറ്റ് മീ സേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാൻ എന്നെ അനുവദിക്കണം. അൽ അബു, അന്നേരം ഉപ്പ എന്ത് പറഞ്ഞു? കുൽ യാ ബുനയ്യ, പറയൂ എൻ്റെ മകനെ. മുർഷിദ്, സ്വദീഖി ബൈജു ഫി മുഷ്കിലത്തിൻ. സ്വദീഖി, മൈ ഫ്രണ്ട്, ബൈജു, എൻ്റെ ഫ്രണ്ട് ബൈജു, ഫി മുഷ്കിലത്തിൻ, അവനൊരു പ്രശ്നത്തിലാണ്. അൽ ജദ്ദു, ജദ് എന്താണ് ചോദിക്കുന്നത്? മാഹിയ, എന്തു പറ്റി? സ്വദീഖി ബൈജു ഫി മുഷ്കിലത്തിൻ, എൻ്റെ കൂട്ടുകാരൻ ബൈജു ഒരു പ്രശ്നത്തിലാണ്. അന്നേരം ജദ് എന്താണ് പറയുന്നത്? അൽ ജദ്ദു മാഹിയ, എന്താണ് മകനെ പ്രശ്നം? വല്യപ്പ ചോദിക്കുകയാണ്,
മുർഷിദിനോട്, എന്താണ് മോനെ പ്രശ്നം? മുർഷിദ് അന്നേരം പ്രശ്നം പറയുകയാണ്. ഇൻഹദമ സഖഫു ബൈത്തിഹി. പ്രശ്നം കുറച്ച് സീരിയസ് ആണ്. ഇൻഹദമ സഖഫു ബൈത്തിഹി, അവൻ്റെ വീടിൻ്റെ റൂഫ് തകർന്നു പോയിട്ടുണ്ട്. ഇൻഹദമ തകർന്നു പോയിട്ടുണ്ട്. സഖഫു ബൈത്തിഹി, വീടിൻ്റെ റൂഫാണ് തകർന്നു പോയത്. വീടിൻ്റെ മേൽക്കൂര തകർന്നിട്ടുണ്ട്. അൽ ഖാല, അന്നേരം ആൻറ്റി എന്താണ് പറയുന്നത്? കൈഫ യാ മുർഷിദ്, എങ്ങനെ പറ്റി മുർഷിദ്? കൈഫ, എങ്ങനെ? യാ മുർഷിദ്, എങ്ങനെ പറ്റിയതാണ്? മുർഷിദുൻ ഹബ്ബത്തി റീഹു ഷദീദത്തുൻ. അന്നേരം മുർഷിദ് എന്താണ് സംഭവിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഹബ്ബത്തി റീഹു ഷദീദത്തുൻ, നല്ല ശക്തമായ കാറ്റ് വീശി. ഫസഖത്തത് ഷജറത്തുൻ അലാ ബൈത്തിഹി, അന്നേരം എന്താ സംഭവിച്ചത്? സഖത്തത്, വീണു. ഷജറത്തുൻ എന്താണ്? മരം. അലാ ബൈത്തിഹി, അവൻ്റെ വീടിൻ്റെ മേലേക്കൊരു മരം വീണതാണ്. ആ ചിത്രമാണ് നമ്മൾ ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ കണ്ടത്. എല്ലാവരും ആ ചിത്രം ഒന്ന് പേജ് മറിച്ച് നോക്കിക്കേ. അൽ ഖാൽ, അന്നേരം ഖാൽ എന്താണ് ചോദിക്കുന്നത്? ഉമ്മയുടെ സഹോദരൻ ചോദിക്കുകയാണ്. മത്തായ ബുനയ്യ, എപ്പോഴായിരുന്നു മകനെ? മുർഷിദ് ഖബല യൗമൈനി, 2 ദിവസം മുൻപായിരുന്നു. ഖബല മുൻപ്, യൗമൈൻ 2 ദിവസം. അൽ ഉമ്മു ഐന ബൈത്തുഹു, അവൻ്റെ വീട് എവിടെയാണ്? ഉമ്മ ചോദിക്കുകയാണ്, ബൈജുവിൻ്റെ വീട് എവിടെയാണ്? മുർഷിദുൻ ഫിൽ ഖറിയത്തിൽ മുജാവിറ, ഫിൽ ഖറിയത്തി, ഖറിയത്തിന് എവിടെയാണ്? ഗ്രാമം. ഫിൽ ഖറിയത്തി, ഗ്രാമത്തിൽ. മുജാവിറ, നമ്മുടെ തൊട്ടടുത്ത ഗ്രാമത്തിൽ തന്നെയാണ് അവൻ്റെ വീടും. ഇവരുടെ അയൽവാസിയാണല്ലേ. അൽ ജദ്ദു ഇദൻ നുജദ്ദിദു ബൈത്തുഹു, അങ്ങനെ വല്ലിപ്പ അദ്ദേഹത്തിൻ്റെ തീരുമാനം അറിയിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നുജദ്ദിദു, നമുക്ക് റിനോവേറ്റ് ചെയ്യാം, നമുക്ക് പുതുക്കി കൊടുക്കാം. ബൈത്തുഹു, അവൻ്റെ വീട് നമുക്ക് നന്നാക്കി കൊടുക്കാം. വനുസഇദു മർവാൻ, അങ്ങനെ മർവാനെ സഹായിക്കുകയും ചെയ്യാം. മർവാൻ ആരായിരുന്നു? മർവാന് ഡൽഹിയിൽ പഠിക്കാൻ അഡ്മിഷനൊക്കെ കിട്ടിയിരിക്കുകയാണല്ലേ. പഠിക്കാൻ പോകാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജദ്ദ് ഒരു തീരുമാനം പറയുകയാണ്, നമുക്ക് മർവാനെയും ബൈജുവിനെയും സഹായിക്കാം. അൽ ജമീഅ് ഐവ, ഐവ എന്ന് വെച്ചാൽ ഐവ നമ്മൾ പറയാറില്ല എന്തെങ്കിലും ഒരു കാര്യം ആശ്ചര്യം ഉണ്ടാക്കുമ്പോൾ. ഫിക്രത്തുൻ റായിഅത്തുൻ, നല്ല ഐഡിയ, ഗ്രേറ്റ് ഐഡിയ. ഫിക്രത്തുൻ, നല്ല ചിന്ത. ഫിക്രത്തുൻ എന്ന് വെച്ചാൽ ചിന്ത. റായിഅത്തുൻ, ഗ്രേറ്റ് ഐഡിയ. അങ്ങനെ ജദ്ദിൻ്റെ അഭിപ്രായത്തിന് എല്ലാവരും അനുകൂലിക്കുകയാണ്. ഈ കഥ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? അത്താഅത്തുഫ് എന്ന അർത്ഥം ഇവിടെ വ്യക്തമായില്ലേ? എമ്പതിയാണ്, നമ്മുടെ മറ്റുള്ളവരുടെ പ്രയാസത്തിൽ അവരെ സഹായിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇവർ മർവാനെയും ബൈജുവിനെയും അവരുടെ പ്രയാസത്തിൽ സഹായിക്കാൻ വേണ്ടി ആലു അദ്നാൻ എന്ന കുടുംബം തീരുമാനിക്കുകയാണ്. വളരെ നല്ല കാര്യമാണല്ലേ. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളും ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കണം. ഇനി എല്ലാവരും ഇവിടെ ഒന്ന് നോക്കിക്കേ. അടുത്തതായി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നുകവിനുൽ അസ്ഇല, ഈ ചോദ്യം പൂരിപ്പിക്കാനാണ്. മുർഷിദുൻ സ്വദീഖു ബൈജു, മുർഷിദ് ബൈജുവിൻ്റെ കൂട്ടുകാരനാണ്. അപ്പം നമ്മൾ ഇനി ഇവിടെ ചോദ്യം ഉണ്ടാക്കണം. സ്വദീഖു ബൈജു, അപ്പം നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ആരാണ് ബൈജുവിൻ്റെ കൂട്ടുകാരൻ? എങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളതിൻ്റെ അർത്ഥം നോക്കിയാലോ. മാതാ, മാതാ എന്ന് വെച്ചാൽ എന്തുകൊണ്ട്. ഐന, എവിടെ. മത, എപ്പോൾ. കൈഫ, എങ്ങനെ. മൻ, ആര്. ഇനി മാത, എന്ത് അല്ലെങ്കിൽ എന്തുകൊണ്ട്. മാത, വാട്ട്. ഐന, വേർ. മത, വെൻ. കൈഫ, ഹൗ. മൻ, ഹൂ. ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? ഇവിടെ ഏതാണ് വരിക? ബൈജുവിൻ്റെ കൂട്ടുകാരൻ ആരാണെന്നാണല്ലേ ചോദ്യം. അപ്പം നമ്മളിവിടെ ഏതാണ് ചേർക്കേണ്ടത്? മൻ. മൻ സ്വദീഖു ബൈജു, ബൈജുവിൻ്റെ കൂട്ടുകാരൻ ആരാണ്? മൻ എന്ന് വെച്ചാൽ ആരാണ്. രണ്ടാമത്തെ വാചകം നോക്കിക്കേ. ബൈത്തു ബൈജു ഫിൽ ഖറിയത്തി, ബൈജുവിൻ്റെ വീട് ഗ്രാമത്തിലാണ്. അപ്പം നമ്മൾ എങ്ങനെ ചോദിക്കുക? ബൈജുവിൻ്റെ വീട് എവിടെയാണ്? അതിന് ഏത് വാക്കാണ് യൂസ് ചെയ്യുക? ഐന. ഐന എന്ന് വെച്ചാൽ എവിടെ. ഐന, എവിടെയാണ് ബൈജുവിൻ്റെ വീട്? വേർ ഈസ് ബൈജൂസ് ഹൗസ്. ഇനി അടുത്ത വാക്ക് നോക്കിക്കേ. സഖത്തത് ഷജറത്തുൻ അല ബൈത്തി ബൈജു, ബൈജുവിൻ്റെ വീടിൻ്റെ മേലേക്കാണ് എന്ത് വീണത്? മരം വീണത്. അപ്പം നമ്മൾ എങ്ങനെ ചോദിക്കുക? ഇൻഹദമ സഖഫു ബൈത്തി ബൈജു, എങ്ങനെയാണ് ബൈജുവിൻ്റെ വീടിൻ്റെ മേൽക്കൂര തകർന്നത് എന്നല്ലേ ചോദിക്കുക.
അപ്പം നമ്മളിവിടെ എങ്ങനെയെന്നുള്ളതിന് ഏത് വാക്കാണ് പഠിച്ചത്? ആ, വെരി ഗുഡ്, കെയ്ഫ. എങ്കിൽ നിങ്ങളെല്ലാവരും കെയ്ഫ എന്നിവിടെ എഴുതിക്കേ. എന്താണ്? കെയ്ഫ ഇൻഹദമ സഖ്ഫു ബൈത്തി ബൈജു. ബൈജുവിൻ്റെ വീടിൻ്റെ മേൽക്കൂര എങ്ങനെയാണ് തകർന്നത്? എല്ലാവരും ആ ചോദ്യവാക്കുകളൊന്ന് നോട്ടിലേക്ക് എഴുതിക്കേ. ഇനി ഇവിടെ നോക്കിക്കേ, ബൈജുവിൻ്റെ വീടൊക്കെ മുർഷിദിൻ്റെ വീട്ടുകാർ നന്നാക്കി കൊടുത്തല്ലേ? ബാദ തജ്ദീദി, വീട് നന്നാക്കിയ ശേഷം അല്ലെ പുതുക്കിയ ശേഷം, സാറ മുർഷിദുൻ ബൈത്ത ബൈജു യുസ്രതിഹി, അങ്ങനെ മുർഷിദും കുടുംബവും ബൈജുവിൻ്റെ വീടൊക്കെ നന്നാക്കിയത് കാണാൻ വേണ്ടി വരികയാണ്. അവർ ബൈജുവിൻ്റെ വീട് വന്ന് സന്ദർശിച്ചു. ആരാണ് ബൈജുവിനെ സഹായിച്ചത്? മുർഷിദിൻ്റെ കുടുംബമാണല്ലേ. അതുകൊണ്ട് തന്നെ അവർ വീടൊക്കെ നന്നാക്കിയത് കഴിഞ്ഞ് അവരെ കാണാൻ വന്നിരിക്കുകയാണ്. സാറ എന്ന് വെച്ചാൽ സന്ദർശിച്ചു. ബൈജുവിനും കുടുംബത്തിനും വളരെയധികം സന്തോഷമായിട്ടുണ്ടാകുമല്ലേ. ഇനി നമുക്ക് എന്താണ് ഇവിടെ എഴുതാനുള്ളത്? ഹാദ ബൈത്തു ബൈജു, ഇത് ബൈജുവിൻ്റെ വീടാണ്. ഹാദ ബൈത്തുൻ ജദീദുൻ, ഇത് പുതിയ വീടായി അല്ലേ. അവർ നന്നാക്കി കൊടുത്തപ്പോൾ പുതിയ വീടായി. നമുക്കിവിടെ നോക്കിയാലോ. ഹാദ ബൈത്തു ബൈജു, ഇത് ബൈജുവിൻ്റെ വീടാണ്. ഹാദ ബൈത്തുൻ ജദീദുൻ, ഇത് പുതിയ വീടാണ്. അമാമൽ ബൈത്തി, വീടിന് മുൻപിൽ ആരൊക്കെയുണ്ട്? ബൈജുവും അമ്മയും ഉണ്ട്, പിന്നെ മുർഷിദും കുടുംബവും ഉണ്ടല്ലേ. എങ്കിൽ നമുക്കിതൊന്ന് എഴുതി നോക്കിയാലോ. എന്താണ് നമ്മൾ എഴുതേണ്ടത്? ബൈജു വ ഉമ്മിഹി അമാമൽ ബൈത്തി, വീടിൻ്റെ മുൻപിൽ ബൈജു വ ഉമ്മിഹി, ബൈജു അവൻ്റെ ഉമ്മയുമുണ്ട്. യഖൂമു മുർഷിദുൻ, മുർഷിദും നിൽക്കുന്നുണ്ട്. മഅൽ അബി, ആരെ കൂടെയാണ് മുർഷിദ് നിൽക്കുന്നത്? ചിത്രം നോക്കിയിട്ട് പറഞ്ഞേ. മഅൽ അബു, അവൻ്റെ ഉപ്പയുടെ കൂടെ. വൽ ജദ്ദി വൽ ഉഖ്തി, അവൻ്റെ വല്ലിപ്പയുടെയും ഉഖ്തിൻ്റെയും കൂടെ, അവൻ്റെ സഹോദരിയുടെയും വല്ലിപ്പയുടെയും ഉപ്പയുടെയും കൂടെയാണ് നിൽക്കുന്നത്. ഇനി എല്ലാവരും ഈ മുഅ്ജമൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഈ വാക്കുകളൊക്കെ കാണാതെ പഠിച്ചെങ്കിലേ നിങ്ങളുടെ അറബി നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയുകയുള്ളൂ. അറബി മെച്ചപ്പെടുത്തണമെങ്കിൽ കുറച്ച് വാക്കുകളൊക്കെ അറിയണ്ടേ. അതിനുവേണ്ടി എല്ലാവരും ഈ മുഅ്ജമൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. എല്ലാവർക്കും ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ മനസ്സിലായില്ലേ? നന്നായി പഠിക്കണേ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.